കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധമായ നാമം മഹത്വമെടുക്കട്ടെ. 42ാമത് ഭദ്രാസന കൺവെൻഷനിൽ ഞങ്ങളോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കും എൻ്റെ അരുമനാഥനായ കർത്താവ് നൽകിയ അവസരത്തിനും പദവിക്കും നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒത്തിരി ഒരുങ്ങിയും ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും ആണ് ഈ കൺവെൻഷൻ അഭിമന്യ തിരുമനസ്സ് ഒരുക്കിയിരിക്കുന്നത്. അതെ, ഈ പ്രതിസന്ധിയിൽ ചില ദൂതന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്നതിന് ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മെ ഇടയാക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഈ ശുശ്രൂഷയ്ക്കായി ഈ പ്രതിസന്ധികളുടെ മാറ്റൊലി കാതിലുള്ളപ്പോഴും ഇത്രയും പേർ ഒരുങ്ങി ഉണർവോടെ ചേർന്ന് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഞങ്ങളുടെ സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, അങ്ങനെ പറയുന്നത് അതിശയോക്തിയല്ല. എപ്പോഴും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട തിരുമേനിയാണ് ജോസഫ് മാർ ബർണ്ണബാസ് തിരുമേനി. അതിനൊരു കാരണമേ ഉള്ളൂ, ദ ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ്. വേറെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല. കൃപയോടുകൂടിയ നേതൃത്വം, എല്ലാറ്റിലും ദൈവകൃപ പ്രവഹിക്കുകയാണ്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ തിരുമേനി അധരം തുറന്നാൽ 3 വാക്ക് പറയാതെ ഒരിക്കലും അവസാനിപ്പിക്കത്തില്ല. ദൈവാലയം, ദൈവവചനം, ദൈവവചനം, ഇതില്ലാത്ത ഒരു സന്ദേശവും തിരുമേനിക്കില്ല. ദൈവാലയത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ഒരു ഹൃദയഭാരം എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കുന്ന തിരുമേനി. എൻ്റെ മകൾക്ക് ഒരു 15 വയസ്സ് പ്രായമുള്ളപ്പോൾ തിരുമേനിയുടെ ഒരു പ്രസംഗം കേൾക്കാനായിപ്പോയി. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, പേനയും ഡയറിയൊക്കെ കൊണ്ടുപോയി പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് പാസനേജിൽ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുമേനിയുടെ പ്രസംഗമെല്ലാം നീ ശ്രദ്ധിച്ചോ, എഴുതിയോ എന്ന് ചോദിച്ചു. 10-14 വർഷം മുമ്പേ അവൾ ആ ഡൈനിങ് ടേബിളിൽ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. തിരുമേനിയുടെ പ്രസംഗത്തിന്റെ സവിശേഷത എന്താ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നമ്മുടെ തിരുമേനി എപ്പോഴും ദൂതൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നോട് ഈ ദൂതൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാന്ന് പറഞ്ഞാൽ? ഒന്ന്, വളരെ കുറച്ചേ സംസാരിക്കത്തുള്ളൂ. ദൂതന്മാർ വന്ന് അല്ലേ, മറിയയോട് ഭയപ്പെടേണ്ട, സന്തതി ഉണ്ടാകുമെന്നേ പറഞ്ഞു. വളരെ പ്രിസൈസായിട്ടേ സംസാരിക്കത്തുള്ളൂ. പക്ഷേ അല്പമേ സംസാരിക്കുന്നുള്ളൂ എങ്കിലും ആഴത്തിൽ ആഴത്തിൽ അത് സംസാരിക്കും. ഒരു കൊച്ചു കുഞ്ഞിന് നമ്മുടെ തിരുമേനിയെക്കുറിച്ച് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ പിതാവിൻ്റെ ശുശ്രൂഷകൾ അനുഭവിച്ചറിയുകയാണല്ലോ. ദൈവസന്നിധിയിൽ തിരുമേനിയുടെ ജീവിതത്തിനും ശുശ്രൂഷകൾക്കും നമുക്ക് നന്ദിയും സ്തോത്രവും സമർപ്പിക്കാം. എൻ്റെ സഹോദര വൈദികരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. എന്ന് പറഞ്ഞാൽ എന്നെ സഹോദരതുല്യം സ്നേഹിക്കുന്ന ഞങ്ങൾ അങ്ങോട്ടും സഹോദരന്മാരായിരിക്കുന്ന ഒരു കാരണം കൊണ്ടാണ്. വല്ലപ്പോഴുമൊക്കെ അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കും, അതാ എൻ്റെ കാരണം. അങ്ങനെ സാഹോദര്യം സൂക്ഷിക്കുന്ന സഹോദര വൈദികരാണ്. എൻ്റെ അരികിലിരിക്കുന്ന വന്ദനായ കുരികേശു അച്ഛൻ പ്രസംഗിക്കുന്നത് കേട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. അത്തരത്തിൽ ഗുരുതുല്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ സദസ്സ് ഏറെ സന്തോഷമുള്ളതാണ്.
നമ്മുടെ ഭദ്രാസന സെക്രട്ടറി ഡാനിയൽ വർഗീസ് അച്ഛൻ, ഈ ചിലപ്പോഴൊക്കെ നമ്മൾ പറയത്തില്ലേ പ്രധാനമന്ത്രിയുടെ അയൽപക്കത്തതിൻ്റെ വീട് നമ്മൾ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ അച്ഛൻ്റെ കൂടെ പഠിച്ചതാ, അത് പറയുന്നതാണ് ശരി. ഏതാ? സെമിനാരിയിലെ അച്ഛൻ്റെ കൂടെ പഠിച്ചതാ. നമുക്കറിയാം, നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് മനുഷ്യർ വലിയവരായിട്ട് പോയിട്ടുണ്ട്. നമ്മളൊക്കെ ആ പഴയ ക്ലാസ്സിലും പഴയ സ്റ്റാൻഡേർഡിലും ഒക്കെയാണ്. എന്നാൽ എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞങ്ങളുടെ സഹോദരന്മാരിലൊരാൾ ഈ ഭദ്രാസനത്തിന് വളരെ പ്രൗഢമായ നേതൃത്വം നൽകുന്നു. ഞാൻ ഈ പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇടവക വികാരി പ്രിയപ്പെട്ട സുനിലച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും വളരെ വേണ്ടപ്പെട്ടവരാണ്. അച്ഛൻ ഷാർജയിൽ മരുഭൂമിയിൽ പോയി മോശയെ പോലെ വേല ചെയ്യുന്ന കാലത്ത് ഞാനവിടെ പോയിട്ടുണ്ട്. റാന്നിയിലുണ്ടായിരുന്നു. അച്ഛനൊക്കെ വലിയ സ്പീഡ് കൂടിയ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ചില കാറിൻ്റെ സ്പീഡോമീറ്ററിന് സ്പീഡ് കൂടുതലാണ്. ഈ ഇടവകയ്ക്കും ഈ ഭദ്രാസനത്തിനും അങ്ങനെ നേതൃത്വം നൽകുന്ന ഒരു വൈദികനും അതിന് നേതൃത്വമുള്ളൊരു ഇടവകയുമാണ്. ഭദ്രാസന ട്രഷറർ ജോൺസൺ സാറ്, സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ കൺവെൻഷൻ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന എല്ലാവരും, പ്രത്യേകിച്ചും എന്നോടുകൂടെ ചേർന്ന് വന്ന് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ വന്നു ചേർന്നിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും നന്ദിയും സന്തോഷവും കൂട്ടായ്മയും നൽകുന്നതിന് ഈ പകൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് ഇന്ന് രാവിലെയും ഇന്ന് വൈകിട്ടത്തെയും ശുശ്രൂഷകൾക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള അതീവ സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ പകലിലെ സ്വർഗത്തിലെ ചില ആലോചനകൾക്കായി, പ്രസംഗം കേൾക്കാനല്ല കേട്ടോ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ സ്വർഗം തരുന്ന ചില ആലോചനകൾക്കായി കൂപ്പുകൈകളോടെ ഈ ആലയത്തിലിരുന്ന് നമുക്ക് ആരാധിച്ചു മടങ്ങിപ്പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഇടയ്ക്ക് എന്നെ കൂടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണം. ആ ശബ്ദം സ്വർഗത്തിലെത്തട്ടെ. പറയാനുള്ളതെല്ലാം കൃപയോടെ സംസാരിക്കുന്നതിന് കർത്താവ് സഹായിക്കണം. ഈ ഒരാഴ്ച ഇച്ചിരി ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു ദിവസം രാവിലെ വിചാരിച്ചതാ അച്ഛനെ വിളിച്ചു പറയട്ടെ പോകണ്ട എന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, നീ പോയേ മതിയാകുകയുള്ളൂ. ആ ഒരു വലിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ ഈ പകൽ നിങ്ങളുടെ സന്നിധി നിൽക്കുന്നത്. കർത്താവിനെ ശക്തീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം വചനധ്യാനത്തിനായി ദൈവസന്നിധിയിൽ ഒരുങ്ങുകയാണ്. ഒന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ ഒരു കുറിവാക്യം അതിങ്ങനെ മനസ്സിൽ കുറിയാം. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും വെടിവിച്ചവനായ അരുമനാഥനായ കർത്താവെ, ഒരു നല്ല വെള്ളിയാഴ്ചയുടെ പകലിൽ ക്രൂശിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അടിയങ്ങൾ കണ്ണുനീരോടെ തിരുസന്നിധിയിലേക്ക് നോക്കുന്നു കർത്താവെ. അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. കാലുകൾ വീങ്ങിപ്പോകാതെയും വസ്ത്രങ്ങൾ ജീർണിച്ചു പോകാതെയും ഈ അരുമനാഥൻ ഞങ്ങളെ നടത്തുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പാ, നടന്ന വഴികളെല്ലാം അനുഗ്രഹത്തിന്റെ വഴികളായിരുന്നു. നടക്കുവാനുള്ള വഴികളോ ശ്രേഷ്ഠമായ വഴികളാണ്. ആ വഴിയിൽ ഞങ്ങൾക്ക് മുമ്പിൽ നല്ല ഇടയനുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പാ, ക്ഷീണിച്ചു പോകുന്നവരാ, തളർന്നു പോകുന്നവരാ, വാടിപ്പോകുന്നവരാ, പതറിപ്പോകുന്നവരാ, പരിഭ്രമിച്ചു പോകുന്നവരാ, പട്ടുപോകുന്നവരാ കർത്താവേ,
എന്നാൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിലനിൽക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുന്ന ഒരു അരുമനാഥൻ ഈ ആലയത്തിലുള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ അധൈര്യങ്ങളെ ഏറ്റെടുക്കുന്ന അരുമനാഥനെ, ഞങ്ങളുടെ ആത്മാവിന്റെ നിലവിളി ഏറ്റെടുക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കണ്ണുനീരുകളെ തുരുത്തിയിലാക്കിയിരിക്കുന്ന അരുമനാഥനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നതിനാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഇതൊരു വിലാപയാത്രയല്ലല്ലോ കർത്താവെ, ഇതൊരു വിശ്വാസയാത്രയായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് നീ ബലം തന്നാട്ട് കർത്താവെ. ഈ ആലയത്തിൽ കണ്ണ് നനഞ്ഞാണ് ഞങ്ങൾ ഇരിക്കുന്നത് കർത്താവെ, ക്ഷീണിച്ച അധരങ്ങളുമായിട്ടായിരിക്കുന്നത് കർത്താവെ, മനസ്സുവല്ലാതെ ക്ഷീണിച്ചു പോകുന്നുണ്ട് കർത്താവെ. ജനം നിലവിളിച്ചപ്പോൾ കർത്താവെ കണ്ണുനീര് കണ്ട് ഇറങ്ങി വന്ന ദൈവമേ, കരച്ചിൽ കണ്ട് ഇറങ്ങി വന്ന ദൈവമേ, കഷ്ടതകളെ കണ്ട് ഇറങ്ങി വന്ന അരുമനാഥനായ കർത്താവെ, ഈ പകൽക്കാലം ഞങ്ങളുടെ യാത്ര തുടരുവാൻ നീ ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ പകൽ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ നല്ല ഇടയനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ നിങ്ങളെ ബലപ്പെടുത്തി അയക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ ആത്മാവ് ഞങ്ങൾക്കായി അതിനെ വാഗ്ദത്തമായി തരുന്നല്ലോ കർത്താവെ. അടിയന് ബലഹീനതയിൽ നിൽക്കുന്നു, നീ ഏറെ ബലം തന്ന് അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ ആചാര്യന്മാരോട് കരുണ തോന്നണമേ. അടിയങ്ങളുടെ ആഭ്യന്തര തിരുമേനിയെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാൻ ബലം നൽകിയാട്ട് കാത്തിരിക്കുന്ന ജനത്തോട് നീ ചിലത് കൽപ്പിച്ച് പറഞ്ഞയക്കണമേ. മിശിഹാ നിമിത്തം പ്രാർത്ഥിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു വിശുദ്ധന്റെ തിരോധാനവും ഒരു വിശ്വസ്തന്റെ തീർത്ഥയാത്രയുമാണ് യോശുവയുടെ പുസ്തകം. ഒരു വിശുദ്ധൻ ചരിത്രത്തിൽ നിന്ന് വഴിമാറുകയാണ്, അത് മോശയാണ്. ഒരു വിശുദ്ധനെ ദൈവം തിരികെ വിളിച്ചു. എന്നാൽ ഒരു വിശ്വസ്തൻ തന്റെ വിശ്വാസയാത്ര പുനരാരംഭിക്കുകയാണ് യോശുവയുടെ പുസ്തകത്തിൽ. ഞാൻ ആ പറഞ്ഞ വാക്ക് അടിവരയിട്ടെ. ഒരു വിശുദ്ധൻ തന്റെ തീർത്ഥയാത്ര പൂർത്തീകരിച്ചു. ഒരു വിശ്വസ്തൻ തന്റെ വഴിയാത്ര ആരംഭിക്കുന്നു. ഇത് രണ്ടും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. യോശുവയ്ക്ക് വേദപുസ്തകം മറ്റൊരു സൽപ്പേര് കൂടെ നൽകിയിട്ടുണ്ട്. ആ പേരിതാണ് ദ ഡെയറിംഗ് അംബാസിഡർ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിലെ ഉറപ്പും ധൈര്യവുമുള്ള സ്ഥാനപതി. ഇസ്രയേലിലെ ഉറപ്പും ധൈര്യവുമുള്ള സ്ഥാനപതി എന്ന യോശുവയ്ക്ക് ദൈവവചനം മറ്റൊരു സൽപ്പേര് നൽകി. ഇതാ ആ വിശ്വസ്തൻ ഒരു വഴിയാത്രയ്ക്ക് ദൈവജനത്തെ തുടർന്ന് ഒരുക്കുകയാണ്. ദൈവമക്കളെ, വളരെ സംക്ഷിപ്തമായി ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഈ വിശ്വാസയാത്രയിൽ യോശുവ കേട്ട 3 ദൈവശബ്ദവും 3 വെല്ലുവിളികളുമാണ്. 3 challenges and 3 messages. യോശുവ എന്ന ഭക്തൻ കേട്ട 3 വെല്ലുവിളികളും 3 മറുപടിയുമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അതൊന്ന് പറഞ്ഞിട്ട് ആ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, ഈ വിശ്വാസയാത്രയിൽ ഭക്തൻ നേരിട്ട 3 പരിശോധനകളും 3 trials and 3 assurances. 3 പരിശോധനകളും 3 ഉറപ്പുകളുമാണ്.
ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ഞാൻ ആ വാക്കൊന്ന് ഓർപ്പിക്കട്ടെ. 3 വാക്ക്. ഈ അധ്യായം മുഴുവൻ, യോശുവയുടെ പുസ്തകം മുഴുവൻ വായിച്ചാൽ ഈ 3 വാക്ക് നമുക്ക് കണ്ടെത്താം. 1, ദ ജയന്റ്സ്, മല്ലന്മാർ. 2, യോർദാനുകൾ, ദ ജോർഡൻസ്. 3, ദ ജെറിക്കോസ്, എരിഹോവുകൾ. പരിചയമുള്ള വാക്കാ. എന്താ നമ്മൾ പറഞ്ഞേ? നിങ്ങൾ സംസാരിക്കുന്ന എനിക്കൊന്ന് കേൾക്കണം. എന്തോ? മല്ലന്മാർ, യോർദാനുകൾ, എരിഹോവുകൾ. 3 പരിശോധനയുടെ വാക്കുകളാണ്. അപ്പുറത്ത് 3 ഉറപ്പുകൾ. അത് 3ആയിട്ട് എഴുതണ്ട, 1ആയിട്ട് എഴുതിയാൽ മതി. 1-ാം അധ്യായം 9 വാക്യത്തിൽ അത് 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. എന്തുവാ? മറുവശത്ത് എഴുതി വെക്കാം. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. 3 trials and 3 assurances. 3 പരിശോധനകളും 3 ഉറപ്പുകളും. ഈ കാലഘട്ടത്തെ കുറിച്ചൊന്നും ഞാൻ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പരിശോധനകൾക്ക് മുകളിൽ പരിശോധനകൾ ഉണ്ടായ കാലം. എന്നാൽ ഈ ആരാധനയിൽ ഓടി വന്നവരോട് ഞാൻ പറയട്ടെ, എല്ലാ പരിശോധനകൾക്കും മറുവശത്ത് ഒരുവൻ നിന്നോട് കൽപ്പിക്കുന്നുണ്ട്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഈ വചനത്തിലൂടെ നാം ഒരു ധ്യാനത്തിനൊരുങ്ങുകയാണ്. ധ്യാനത്തിനൊരുങ്ങുമ്പോൾ കാതുകൊണ്ടല്ലത് കേൾക്കേണ്ടത്, പിന്നെ ഹൃദയം കൊണ്ട് കേൾക്കണം. പിടികിട്ടിയില്ലേ? ഹൃദയം കൊണ്ട് കേൾക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അതീവ ജാഗ്രതയോടെ ഇരുന്നാലേ ഹൃദയത്തിൽ നിന്ന് ഉറപ്പെടുന്നത് ഇവിടെ ഉയരുകയും ചെയ്യണം. എന്തുവാ? ഹൃദയത്തിൽ നിന്നാണ് സ്തുതിയും സ്തോത്രവും ആരാധനയും ഉണ്ടാകുന്നത്. ധ്യാനത്തോടെ നമുക്ക് ഈ വചനത്തിനായി കാത്തിരിക്കാം. 1, there are giants on your way. നിന്റെ വഴിയാത്രയിൽ ആരുണ്ട്? മല്ലന്മാർ ഉണ്ട്. മല്ലൻ എന്ന വാക്കിന് വേദപുസ്തകം നൽകുന്ന 2 കൊച്ചർത്ഥമുണ്ട്. 1, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഫിയർ. മല്ലൻ എന്ന് പറഞ്ഞാൽ എന്നെ ഭയപ്പെടുത്തുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. ഒരു വാക്കുണ്ട്, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഫോ. എന്റെ ആത്മീയ ശത്രുവിന്റെ പേരാ എന്തുവാ? മല്ലൻ. എന്നെ ഭയപ്പെടുത്തുന്ന എന്റെ ആത്മീയ ശത്രുവിന്റെ പേരാണെന്ത്? മല്ലൻ എന്ന വാക്കിന്റെ അർത്ഥം. ചിലർക്കൊരു സംശയമുണ്ട്, സാത്താനുണ്ടോ ചോ? കണ്ടിട്ടുണ്ടോ ചോ? ശക്തിയുണ്ടോ? ചില മാർത്തോമക്കാർ പറയും ഇല്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് യോശുവ ഒരു ഉറപ്പ് നമുക്ക് വരുന്നുണ്ട്. ജോഷുവ ഡിഡ് നോട്ട്, ഓർ ജോഷുവ നെവർ ഡിനൈഡ് the presence of the giants. മല്ലന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്ന് യോശുവ ഒരിക്കൽ പോലും നിഷേധിച്ചിട്ടില്ല. എന്റെ അർത്ഥം എന്തുവാ? അവന് ശക്തിയുണ്ടെന്നും അവന്റെ സാന്നിധ്യം ഉണ്ടെന്നും ഒരു ദൈവവേദന ഒരിക്കലും നിഷേധിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തുവാ? മല്ലന് ശക്തിയുണ്ടെന്നും അവന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ടെന്നും നാം നിഷേധിക്കേണ്ടത് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം, ഇതൊക്കെ വെറും ഇല്ലേ, നമ്മൾ കാണാത്ത ഊഹാഭോഗത്തിലാണല്ലോ പേടിച്ചിരിക്കുന്നത് ഇപ്പൊ ഇല്ലേ? കണ്ടതാണോ? ഇല്ല. ശക്തിയുണ്ടോ? ചാക്കോച്ചൻ ആംബുലൻസിൽ കയറുമ്പോൾ അറിയാം ഈ പുള്ളിക്ക് ശക്തിയുണ്ടെന്ന്. അതുവരെ അറിയത്തില്ല. യോശുവ എന്ന ഭക്തൻ മല്ലന്റെ സാന്നിധ്യത്തെ
നിഷേധിച്ചതേയില്ല. ഒരു തെളിവൂടെ പറയാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യം. എടുക്കാനും വായിക്കാനും ഒത്തിരി സമയമില്ല, എന്നാൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 33-ാം വാക്യം ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാം. ആ ആ ആ മതി. ആ വേദഭാഗം പുറകെ നമുക്ക് കുറെ കൂടെ വിശദമായി വീട്ടിൽ പോയി ധ്യാനിക്കാം. അത് വിശദീകരിക്കാൻ സമയമില്ല. എന്താ പറഞ്ഞേ? ഞങ്ങൾ മല്ലന്മാരെ കണ്ടു. പിന്നെ കണ്ടപ്പോ ഞങ്ങൾക്ക് എന്നാ തോന്നി? ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വെട്ടുക്കിളികളാണെന്ന് തോന്നി. പിന്നെ അവരുടെ കാഴ്ചയ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നു. 3 വാക്ക് നമുക്കവിടെ കുറിച്ചിട്ട് മുമ്പോട്ട് പോവാം. മനസ്സിൽ കുറിക്കാനാണ്. 1, മല്ലന്മാർ ഉണ്ട്. 2, ഞങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ തോന്നി? വെട്ടുക്കിളി. വി ഫെൽറ്റ് ഇൻഫീരിയർ. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തീരെ പോരാ എന്ന് തോന്നി. ഇതിന്റെ തുടർന്നുള്ള വാക്യത്തിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ആ കണ്ടത് ദൂരെ വന്ന് പറഞ്ഞപ്പോൾ 10 പേർ, ഉറ്റുനോക്കാൻ പോയ 10 പേർ വന്ന് പറഞ്ഞു, അക്കരയ്ക്ക് പോകാൻ ഇനി ആരും ഒരുങ്ങണ്ടെന്ന് പറഞ്ഞു. ഒരു വാക്കുകൂടെ ചേർക്കണേ. മല്ലനെ കണ്ടു, വെട്ടുക്കിളിയെ പോലെ തോന്നി, അധരത്തിൽ ദുർവർത്തമാനമുണ്ടായി. 3 വാക്ക്. എന്തുവാ ഈ കാലത്തിന്റെ പ്രത്യേകത? ഏതാ? എന്തുവാ? മല്ലനെ കണ്ടു, ഞങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങൾ വെട്ടുകിളിയാണെന്ന് തോന്നി. അധരത്തിൽ ദുർവർത്തമാനമുണ്ടായി. 3 വാക്കുകളെ നാം ഒന്ന് ധ്യാനിക്കാൻ പോവുക. ഈ പകൽക്കാലം ദൈവമക്കളെ, നാം നിൽക്കുന്ന പ്രതിസന്ധിയിൽ ആരെ കണ്ടു? മല്ലനെ കണ്ടു. പിന്നെ നമുക്കിപ്പോ എന്നാ തോന്നുന്നേ? അയ്യോ, ഇച്ചിരി ശ്വാസം മുട്ടലോ വല്ലതും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നെഞ്ചത്തിങ്ങനെ വെച്ച് നോക്കുക. എന്തുവാ? ഏത് പാട്ട്? മറ്റേ പാട്ട്, ആശ്വാസമേ. അയ്യോ, പാടേണ്ടി വരൂ. വി ഫെൽറ്റ് ഇൻഫീരിയർ. പിന്നെ അധരത്തിൽ എന്തുവാ? അയൽവക്കത്തോട്ട് പറഞ്ഞു എന്തുവാ? ചാക്കോച്ചൻ പോയി, ദുർവർത്തമാനം. മല്ലനുണ്ട്, എനിക്ക് എന്നെ വെട്ടുകിളിയെ പോലെ തോന്നുന്നു, അധരത്തിൽ ദുർവർത്തമാനമാണ്. ദൈവവേദലെ ഇവിടെ അങ്ങനെ ജീവിക്കും. ഞാൻ സ്തോത്രം പറയാൻ 3 വാക്കുകൾ അപ്പുറത്ത് പറയാൻ പോവാ. യോശുവ എന്ന ഭക്തൻ നമ്മളെ പഠിപ്പിച്ച 3 ദൂതുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, മല്ലനുണ്ട്, പക്ഷേ നമുക്കൊരു രക്ഷകനുണ്ട്. ഹല്ലേലൂയ. വി ഹാവ് എ സേവിയർ. മല്ലനെ നിഷേധിക്കേണ്ട. ഒരു മല്ലൻ കൂടെയുണ്ട്, പക്ഷേ നമുക്കൊരു രക്ഷകൻ കൂടെയുണ്ട്. 2, എനിക്ക് എന്നെ തന്നെ എന്ത് തോന്നുന്നു? ഞാൻ പോരാ എന്ന് തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ മിടുക്കുള്ളവനായി, എനിക്ക് എന്നെ തന്നെ കഴിവുള്ളവനായി തോന്നുന്നില്ല. ഞാൻ അപ്പുറത്തൊരു വാക്ക് ഉറക്കം പറയട്ടെ. യോശുവ പറഞ്ഞ 2ാമത്തെ വാക്ക, നീ എത്ര ക്ഷീണിതനായി നിനക്ക് തോന്നിയാലും എന്റെ അരുമനാഥൻ അധികാരമുള്ളവനാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് അധികാരമുള്ളവനാണ്. ഒരു വാക്കൂടെ, എന്റെ നാവിൽ ദുർവർത്തമാനമാണെങ്കിലും എന്നോട് സദ്വർത്തമാനം പറയുന്ന ഒരുവൻ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നോട് സദ്വർത്തമാനം പറയുന്ന ഒരുവൻ ജീവിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് ഇങ്ങനെ ചേർത്ത് പറയാം. എന്തുവാ? മല്ലനുണ്ട്, നമുക്കൊരു രക്ഷകനുണ്ട്. ഞാൻ വെട്ടുക്കിളിയെ പോലെ തോന്നുന്നവനാ, പക്ഷേ എന്റെ കർത്താവ് അധികാരമുള്ളവനാണ്. എന്റെ നാവിൽ കൂടെ ദുർവർത്തമാനമാ വരുന്നേ, പക്ഷേ ഒരു സദ്വർത്തമാനത്തിന്റെ നാഥൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. ഈ രാത്രി, ഈ പകൽക്കാലം നമുക്ക് ഉറക്കെ പറയാൻ പറ്റുമോ? ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ,
നീ മല്ലനെ കണ്ടിട്ട് വന്നതല്ലേ? പക്ഷേ അപ്പുറത്തൊരു കാര്യം ഓർത്തോണം. എന്താ? മല്ലന്റെ മറുവശത്ത് നിനക്കൊരു രക്ഷകൻ കരമുയർത്തിയിട്ടുണ്ട്. നീ ക്ഷീണിതനാളും ബലഹീനനായും തോന്നുന്നുവെങ്കിൽ നിന്റെ കർത്താവ് അധികാരമുള്ളവനായി ഈ പകൽക്കാലം നടുവിലുണ്ട്. നിന്റെ നാവിൽ നിന്ന് ദുർവർത്തമാനം പറഞ്ഞാണ് നീ ഇവിടെ വന്നതെങ്കിൽ ഈ പകൽക്കാലം ഒരു സദ്വർത്തമാനത്തിന്റെ നാഥൻ എന്നോട് കൂടെയുണ്ട്. ആര് പ്രാർത്ഥിക്കും ഈ പകൽക്കാലം? കർത്താവേ, എനിക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പ് തരണേ. ഞങ്ങൾ മല്ലനെ കണ്ട് പേടിച്ചിരിക്കുന്നവരാ, രക്ഷകനുണ്ടെന്ന് വെളിപ്പെടുത്തി തരണേ. ഞങ്ങൾ ക്ഷീണിച്ചവരാ കർത്താവെ, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവ് ഇതിനെയൊക്കെ നിയന്ത്രിപ്പാൻ അധികാരമുള്ളവനാണെന്ന് ഞങ്ങൾ ഉറപ്പായി പറയണേ. ആരെങ്കിലും ഈ പകലിൽ ദുർവർത്തമാനം കേട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സദ്വർത്തമാനത്തിന്റെ ഒരു നാഥൻ നിന്റെ കാതിൽ ഈ പകൽക്കാലം ദൈവവചനത്തെ ഊതട്ടെ. ശത്രു നമുക്ക് രണ്ട് ദോഷങ്ങളാണ് ചെയ്യുന്നത്. ശത്രു എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാരനെന്നല്ല, പിന്നെ മല്ലൻ. സാത്താൻ എപ്പോഴും ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ രണ്ട് ചെയ്തികളാണ് ചെയ്യുന്നത്. കൗൺസിലിംഗ് ഭാഷയിൽ ഇങ്ങനെ പറയും: എക്സാജറേഷൻസ്, ഡീവാലുവേഷൻസ്. ശത്രു രണ്ട് തിന്മയാ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ചെല്ലുന്നത്. എന്തുവാണെന്നറിയാവോ? അവൻ ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കും. ചെറിയ കാര്യമാ പെരുപ്പിച്ച് കാണിക്കും. ഒരു കാര്യം കൂടെ ചെയ്യും. എന്തോന്നറിയോ? ഡീവാലുവേഷൻ. ഇന്ന് രാവിലെ പള്ളി പോകാൻ ഇറങ്ങിയപ്പോഴും ചിലരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇനി ഉപവാസ പ്രാർത്ഥനയ്ക്കൊന്നും പോയിട്ടും വലിയ എന്തോ കേട്ടില്ല. ഉണ്ട്, കാര്യമില്ലെന്നല്ല, കാര്യമുണ്ട്. സാത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തുവാ, ഇതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. ശത്രുവിന്റെ പ്രശ്നത്തെ പെരുപ്പിച്ച് കാണിക്കും, നിന്നെ വിലയില്ലാത്തവനായി കാണിക്കും. ഒരു സ്തോത്രം പറയാനൊരു ധ്യാനം അവിടെ പറയാം ഞാൻ. ഈ പകൽക്കാലം നീ പരിശുദ്ധാത്മാവിനോട് അപേക്ഷിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് യാചിച്ചാൽ നിനക്ക് ലഭിപ്പാൻ പോകുന്ന മഹത്വത്തെ കുറിച്ച് അവൻ ഓർമ്മിപ്പിച്ചു തരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനോട് നീ യാചിച്ചാൽ എനിക്ക് നിനക്ക് ലഭിപ്പാൻ പോകുന്ന മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവവേദലെ നിന്നെ പട്ടുപോകാനും നിന്നെ പിഴുതെറിയാനും നിന്നെ ഉപേക്ഷിച്ച് കളയാനല്ല, പിന്നെ മഹത്വത്തിൽ കൈക്കൊള്ളുവാൻ ഒരരുമനാഥൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. ആര് വിശ്വസിക്കും ഈ പകൽക്കാലം? കയ്യൊക്കെ ഒന്ന് പൊക്കിക്കേ. നിന്നെയും എന്നെയും മഹത്വത്തിൽ സ്വീകരിക്കുന്ന ഒരു അരുമനാഥനുണ്ട്. ഈ നല്ല പുതുവർഷക്കാലം അരുമനാഥൻ നമ്മോട് പറയുക, നിന്റെ ഭവനത്തിന്റെ മഹത്വത്തെ കളയാത്തൊരു കർത്താവുണ്ട്. നിന്റെ തലമുറയ്ക്ക് മഹത്വം കളഞ്ഞു പോകാത്തൊരു കർത്താവുണ്ട്. നിന്റെ ആലയത്തിന്റെ മഹത്വത്തെ വിട്ടുകളയാത്തൊരു കർത്താവുണ്ട്. എന്റെ ദൈവവചനത്തിന്റെ മഹത്വത്തെ കളയാത്തൊരു കർത്താവുണ്ട്. എന്റെ വന്യ വൈദികരുടെ മഹത്വം കളയാത്ത ഒരു അരുമനാഥൻ ഈ പകൽക്കാലം ജീവിക്കുന്നുണ്ട്. ദൈവവേദലെ ആത്മാവിനോട് കണ്ണുനീരോടെ ഈ പകൽക്കാലം യാചിക്കേണ്ടതുണ്ട്. കർത്താവേ, സാത്താന്യ ശബ്ദങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. എന്നാൽ നിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ പ്രബോധിപ്പിക്കുന്നത് കേൾക്കാൻ ഇത് കേട്ടിട്ടേ പോകാവൂ. ഈ പകൽക്കാലം കേട്ടോ, ഇത് കേട്ടിട്ടേ പോകാവൂ. ആത്മാവ് സംസാരിക്കുന്നത് കേട്ട് എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ പകൽക്കാലം നമ്മെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പറയുമോ ഈ പകൽക്കാലം, കർത്താവേ, ഞാൻ ബലഹീനനാ, ഞാൻ രോഗിയാ, ഞാൻ തകർന്നവനാ, ഞാൻ ക്ഷീണിച്ചവനാ? നിർത്തിക്കളയല്ലേ. എൻ്റെ കർത്താവ് നിന്നെ മഹത്വവും ബലവും അണിയിക്കുന്നവനാ. ഹല്ലേലൂയ. എൻ്റെ അരുമനാഥൻ ഈ പകൽക്കാലം നിന്നെ മഹത്വവും ബലവും അണിയിക്കുന്നവനാ. അതുകൊണ്ട് ഈ പകലിൽ ഈ ഉപവാസത്തിന് നടുവിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നാം ആരും ബലഹീനതയിൽ മടങ്ങേണ്ടവരല്ല. പിന്നെയോ ഈ ആലയത്തിന് നടുവിൽ ഇറങ്ങി വന്ന് മഹത്വവും ബലവും അണിയിക്കുന്ന ഒരു സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. മല്ലൻ
തീർന്നില്ല. ഒരു കൊച്ചു ചോദ്യം ചോദിക്കുക, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ്? രണ്ടാമതൊരു കൊച്ചു ചോദ്യം കൂടെ, ആ ശത്രു എവിടെയാണ്? കേട്ടോ, പുറകിരിക്കുന്നവർ കേട്ടോ, ഞാൻ എന്തുവാ? നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ്? അവർ എവിടെയാണ്? ഒരു വേദഭാഗം കൂടെ വായിച്ചിട്ട് പോകാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിച്ചു. വളരെ പെട്ടെന്ന്. യോശുവ 7:19. ആ ആ ആ ആ ആ ആ മതി 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 മതി. നോക്കുക, നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് വരിക. ശ്രദ്ധിച്ചു കേൾക്കണം. യോശുവ പറയുക, നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ അനാക്യ മല്ലന്മാരല്ല, ആഖാന്റെ മക്കളാണ്. കേട്ടോ? എന്തുവാ? നമ്മുടെ യഥാർത്ഥ ശത്രു കോട്ടയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന അനാക്യ മല്ലന്മാരല്ല, പിന്നെ ആഖാനും അവന്റെ തലമുറയുമാണ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ യഥാർത്ഥ ശത്രു കൂടാരത്തിന്റെ പുറത്തല്ല, കൂടാരത്തിന്റെ അകത്താണ്. ദൈവമക്കളെ, ശത്രു എവിടാ? ശത്രു എവിടാ? പണ്ടൊക്കെ നമ്മുടെ ശത്രുക്കളെല്ലാം അയൽവക്കത്തായിരുന്നു, ഇല്ലയോ? അയൽവക്കത്ത് ആഞ്ഞിലിയുടെ വേര് നിൽക്കുന്നതും റബ്ബറിന്റെ കൊമ്പ് ചാഞ്ഞ് നിൽക്കുന്നതും എല്ലാം ശത്രുക്കളുടെ വീട്ടിൽ നിന്നായിരുന്നു. യോശുവ പറയുക, നമ്മുടെ ശത്രു അകത്താണ്, പുറത്തല്ല. ആട്ടെ, ഈ ആഖാൻ ആരാ? ആഖാൻ എന്തുവാന്നൊക്കെ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ ഒരു വരി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാനും, ആഖാൻ ആരാ? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഏതോസം പഠിച്ച മനുഷ്യർ പറഞ്ഞിരിക്കുന്നത്, ആഖാൻ ആരാണെന്നറിയോ? ഇസ്രായേൽ ജനം പടയ്ക്ക് പുറപ്പെടുമ്പോൾ അവരെ പ്രാർത്ഥിച്ചയക്കുന്ന ആളായിരുന്നു. ആര്? ആഖാൻ. ഒരു കാര്യം കൂടെ പറയാം, ആഖാന് ഏകദേശം ഞങ്ങൾ ഇട്ടേക്കുന്ന ഒരു കുപ്പായമൊക്കെ ഉണ്ട് എന്നാ വിചാരിക്കും. ഞങ്ങൾ ഇട്ടേക്കുന്ന കുപ്പായത്തിനൊരു പ്രത്യേകതയുണ്ട്, പല പ്രത്യേകതയുണ്ട്. അതൊന്നിതാ, വലിയ പോക്കറ്റുകളാണ് ഞങ്ങളുടെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നല്ലേ? അല്ല, അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം അല്ലേ? വലിയ പോക്കറ്റാ. ഈ പോക്കറ്റുള്ള കുപ്പായം ഇട്ടുകൊണ്ടാണ് ആഖാൻ പ്രാർത്ഥിക്കാൻ പോയത്. ഈ പ്രാർത്ഥിച്ചു വിടുമ്പം ചാപ്ലൈനായിട്ട് അദ്ദേഹം കൂടെ പോകുമ്പോ ഒരു പ്രമാണം എപ്പോഴും കാതിൽ കൊടുത്തിട്ടുണ്ട്. എന്നറിയാവോ? പോകുന്ന ഇടത്ത് യുദ്ധം കഴിയുമ്പോൾ കൊള്ള മുതലുകൾ ഒരുപാട് കാണും. ഒന്നും തിരികെ ദേശത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അവിടെ നിൽക്കട്ടെ, ആഖാൻ ആരാണെന്ന് ഒരു വാക്യം എഴുതി വെക്കണം. Those who disregards the commandments of God is Achan. അരുമനാഥന്റെ കൽപ്പനകളെ ലംഘിച്ച് ജീവിക്കുന്നവന്റെ പേരാണ് ആഖാൻ. അരുമനാഥൻ കൽപ്പിച്ചതിനെ പുറംകൈ കൊണ്ട് അവഗണിക്കുന്നവന്റെ തലമുറയുടെ പേരാ എന്തുവാ? ആഖാൻ. പ്രമാണമുണ്ട്, എടുക്കരുതെന്ന്. ഒരിക്കൽ ആഖാൻ പേർഷ്യയിൽ യുദ്ധത്തിന് പോയി. കൂടെ പോയതാ അല്ലേ? സുനിലച്ചനൊക്കെ ഷാർജയിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ പേർഷ്യയിലൊക്കെ യുദ്ധത്തിന് പോയാൽ യുദ്ധം കഴിയുമ്പം കുറെ സാധനങ്ങള് ഈ മണൽപ്പരപ്പി കിടക്കും. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞപ്പോൾ കാണാം,
അവിടുത്തെ ഷെയ്ഖിന്റെ ഭാര്യയുടെ കുണുക്ക് മരുഭൂമി കിടക്കുന്നു. ആഖാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വിട്ടു കഴിഞ്ഞാൽ ആരുമില്ല. നോക്കിയപ്പോൾ ആരുമില്ല. എന്തോ എന്നറിയോ? ചുറ്റുപാടൊന്ന് നോക്കിയിട്ട്, ചുറ്റുപാടൊന്ന് കണ്ണു തിരിഞ്ഞിട്ട് ആഖാൻ എന്ത് ചെയ്യുന്നറിയോ? ഒരുപാടൊന്നും ചെയ്തില്ല. 2 കൈ കൊണ്ടും അല്പസ്വല്പം കിട്ടിയത് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. അവയൊന്ന് തിരുമനസ്സുകൊണ്ട് വന്നല്ലോ. നമുക്ക് തുടരാം. എവിടെ വരെ കേട്ടായിരുന്നു? എവിടെ വരെ പോയി? പേർഷ്യ പോയത് വരെ അല്ലേ? പേർഷ്യ ചെന്ന യുദ്ധം കഴിഞ്ഞ് ഷെയ്ഖിന്റെ ഭാര്യയുടെ കുണുക്കിൽ നിന്ന് വീണത് 2 കൈ കൊണ്ടും എടുത്ത് പോക്കറ്റിലിട്ടു. ആരെങ്കിലും കണ്ടോ? എന്റെ വിചാരം ഈ ആഖാൻ ഒരു മാർത്തോമാക്കാരനായിരിക്കുമെന്ന് എന്റെ വിചാരം. മാർത്തോമാക്കാർക്കൊരു ശീലമുണ്ട്. എന്തോന്നറിയാവോ? ആരും കാണുന്നില്ലെങ്കിൽ എന്ത് തിന്മയും ചെയ്യാം. ബിവറേജസ് ക്യൂ നിൽക്കരുതെന്നുള്ളതേ ഉള്ളൂ. സുരേഷിന്റെ ഓട്ടോയിൽ കൊണ്ടുവരാം. ആ ഭാഗത്തോട്ട് പോയ ഒരു 3-4 വർഷം ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഞാൻ. അപ്പൊ പിന്നെ ആ ഭാഗത്തോട്ട് പോകും. ഇങ്ങോട്ട് പോകുന്നില്ല ഞാൻ. അവിടെ നിൽക്കട്ടെ. ഇട്ടു, തിരികെ കൊണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോ ഒരു പ്രത്യേക ശോഭയുണ്ട്. ആർക്കാ? ആഖാന്. സേവ്യാ സംഘക്കാര് നോക്കിയിരിക്കുക. എന്താ ചാച്ചാന്ന് ചോദിച്ചു. ഈ സേവ്യാ സംഘക്കാരാ ഈ വാങ്ങിക്കൊണ്ടിരുന്ന സാധനം വെക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നേ. ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. എന്തോ ആ കൂടാരത്തിന്റെ മൂലയിലേക്ക് കുഴിച്ചിടാൻ പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ? എന്തോ ഞങ്ങൾ പറഞ്ഞിട്ടാന്ന് പറ. ശരി, കഥ നീട്ടുന്നില്ല. മൂലയിൽ കുഴിച്ചിട്ടു. സംഗതികളൊക്കെ ഭംഗിയായി പോയി. ഒരു വാക്യം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാന്നറിയാം? കണ്ണുനീരോടെ വായിക്കേണ്ട വേദവാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. എന്തുവാ? വേദപുസ്തകത്തിൽ കണ്ണുനീർ തുള്ളി വീഴ്ത്തി വായിക്കേണ്ട വേദവാക്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിലൊരു വാക്യം ഞാൻ പറയുന്നത്, പിന്നീട് ഇസ്രയേൽ ജനം പുറപ്പെട്ട എല്ലാ പടയിലും അവർ തോറ്റു. നെഞ്ചത്തടിച്ച് കണ്ണുനീരുകൊണ്ട് വായിക്കേണ്ടതാ. എന്താണെന്നറിയാമോ? പിന്നീട് ഇസ്രയേൽ ജനം പുറപ്പെട്ട എല്ലാ പടയിലും അവർ തോറ്റു. നമുക്ക് ആഖാനെ കുറിച്ച് മനസ്സിൽ കുറിക്കാൻ 3-4 വ്യാഖ്യാനിക്കാൻ സമയമില്ല. മനസ്സിൽ കുറിക്കാൻ 3-4 വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. ആഖാൻ ആരെന്നറിയോ? സെൽഫ് സീക്കിംഗ്, സ്വയത്തെ അന്വേഷിക്കുന്നവൻ ആഖാൻ. സെൽഫ് പ്ലീസിംഗ്, സ്വയത്തെ സുഖിപ്പിക്കുന്നവൻ ആഖാൻ. സെൽഫ് സെന്റേർഡ്, സ്വാർത്ഥൻ ആഖാൻ. സെൽഫിഷ്നെസ്, എനിക്ക് വേണ്ടി തന്നിഷ്ടം മാത്രം നടത്തുന്നവൻ ആഖാൻ. ദൈവവേദലേ, നീയും ഒരാഖാന്റെ തലമുറയിൽ അകപ്പെടാം. എപ്പോഴാന്നറിയാം? ഈ വാക്ക് നിന്റെ കയ്യിലിരിക്കുമ്പം. ഏത് വാക്കാ? സെൽഫ് സെന്റേർഡ്. എന്തുവാ? സ്വയത്തെ അന്വേഷിക്കുക, സ്വയത്തെ സുഖിപ്പിക്കുക, സ്വയത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുക,
തന്നിഷ്ടക്കാരനായി ജീവിക്കുക. ഈ പകലിൽ ഞാനൊരു മർമ്മം അടിവരയിട്ട് പറയട്ടെ. ഒരു മാർത്തോമാക്കാരൻ നേരിടുന്നത് 2 വെല്ലുവിളികളാണ്. ഒന്ന്, അനാഖ്യമല്ലന്മാർ പുറത്തും ആഖാന്റെ തലമുറ അകത്തും. മറക്കല്ലേ, എന്തുവാ? അനാഖ്യമല്ലന്മാർ കോട്ടയ്ക്ക് പുറത്തും ആഖാന്റെ തലമുറ കൂടാരത്തിനകത്തും. ദൈവവേദലേ, നീ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ മുൻപോട്ട് പോകും? നീ എങ്ങനെ ശത്രുവിനെ തോൽപ്പിച്ച് ജയം നടത്തും? ചോദിക്കട്ടെ ദൈവത്തിന്റെ മക്കളെ, ഇന്ന് നമ്മുടെ ശത്രു എവിടെ? കൂടാരത്തിന്റെ അകത്ത്. നമ്മുടെ വീടുകളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കോണേ. തന്നിഷ്ടക്കാരുടെ ഇടമായി നമ്മുടെ വീട് മാറി. ഡൽഹി ജയൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന ഒരു പെൺകുട്ടി, ദൂരെ എല്ലാവരും കേൾക്കുന്നുണ്ട്, കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഇടവകയിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷന് പോയി. ഇതുപോലൊരു ദേവാലയം. വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ദേവാലയത്തിൽ 40 ചെറുപ്പക്കാർ ചുറ്റും കൂടിയിരിക്കുകയാണ്. അവർ പറഞ്ഞാൽ നമുക്ക് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം, ഇഷ്ടമുള്ള കാര്യമാണല്ലോ. മുൻപിലിരിക്കുന്നു ഒരു സ്ലിമായിട്ടുള്ള പെങ്കൊച്ച്, JNUവിൽ PhD ചെയ്യുക. അവളൊരു സംശയം ചോദിച്ചു. എൻ്റെ കല്യാണമൊക്കെ ഏകദേശം റെഡിയായി, ആലോചന നടന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു ഡിമാൻഡേ ഉള്ളൂ, കല്യാണത്തിന് ശേഷം വല്ലപ്പോഴുമൊക്കെ ഞാൻ തനിയെ പുറത്തു പോകും. അത് സമ്മതിക്കുന്ന ഒരാളിനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കുന്ന പുള്ളി കൂടെ വരണോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ. അത് ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞു, മോളെ, ഞാനൊരു കൊച്ചു മനുഷ്യനാ, കൗൺസിലിംഗ് പഠിച്ചെന്നുള്ളതേ ഉള്ളൂ, കൊച്ചു തലേ ഉള്ളൂ, നീ വലിയ കട്ടിയുള്ള ചോദ്യമാണ് ചോദിച്ചേ. അച്ഛൻ ഉത്തരം പറയണം. ഗിവ് മീ 5 minutes. ചില ചോദ്യങ്ങൾ കൃത്യമായി പരിശുദ്ധാത്മാ ഉത്തരം പറയും കേട്ടോ. എന്റെ മാർത്തോമാക്കാരി പെങ്കൊച്ച് 26 വയസ്സുകാരി കല്യാണം കഴിക്കാൻ പോവാണ്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞൊരു വാചകമുണ്ട്, മോളെ, മാരേജ് ഈസ് ഫൈൻഡിങ് ദ ട്രൂ ഫ്രണ്ട്. വിവാഹം യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തുന്നതാണ്. അതിനപ്പുറത്തൊരു സുഹൃത്ത് നിനക്കുണ്ടെങ്കിൽ നീ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. അവള് കല്യാണം കഴിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഉടനെ ഒന്നും കല്യാണം കഴിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ പിടിക്കുമ്പോഴും വല്ലവന്റെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ആഗ്രഹമാണ്. മാർത്തോമാക്കാരെ, ഈ ഉപവാസ പ്രാർത്ഥനയിലെ പ്രാർത്ഥനാ വിഷയം എന്താണെന്നറിയാമോ? നല്ല പൈതൃകവും പാരമ്പര്യമുള്ള മാർത്തോമാ ഭവനങ്ങളിൽ ഒരാഖാന്റെ തലമുറ വളർന്നു വരുന്നു. അപകടകരമാണ്, അപകടകരമാണ്. ഈ കൺവെൻഷൻ എന്നോട് തന്നെ ഞാൻ ചോദിക്കണം, ദൈവമേ, എൻ്റെ വീട് ശത്രുതയുടെ വീടായി, തന്നിഷ്ടക്കാരുടെ വീടായി, സ്വാർത്ഥതയുടെ വീടായി, അഹങ്കാരത്തിന്റെ ഇടമായി എൻ്റെ ഭവനം തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഒന്നാമത്തെ വിഷയം നമ്മൾ പൂർത്തീകരിക്കാൻ പോവുക. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്തുവാ? ജീവിതയാത്രയിൽ ആരുണ്ടെന്നാ പറഞ്ഞ്? മല്ലന്മാരുണ്ട്. മല്ലന്മാരെ നേരിടുന്ന എങ്ങനെയാന്ന് പറഞ്ഞു. യഥാർത്ഥ മല്ലൻ ആരാണെന്ന് ഞാൻ പറയട്ടെ. ദൈവമക്കളെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ശത്രു അകത്താണെങ്കിലും
പുറത്താണെങ്കിലും ഒരു മാർഗമേ ഉള്ളൂ. നമ്മൾ പാടിയ ഒരു കൊച്ചു പാട്ടിൽ അതിൻ്റെ ഉപസംഹാരം ഞാൻ നടത്താൻ പോവാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ പാട്ട്? ഒരു വരി ഒന്ന് പാടിയിട്ട് അതിൻ്റെ സന്ദേശം എടുത്തിട്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. ശത്രുവോട് എതിർക്കുവാൻ, ജയം നേടുവാൻ, ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ആമേൻ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. പ്രസംഗിക്കേണ്ട ഞാനിനി. ശത്രു അകത്താണെങ്കിലും പുറത്താണെങ്കിലും പരിഹരിക്കാൻ 3 വാക്കേ ഉള്ളൂ. എന്തോ ചെയ്യണം? മാർത്തോമാക്കാരെ, നിന്റെ പഴയ ഉപവാസത്തിലേക്ക് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. നിന്റെ പഴയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നീ മടങ്ങി വരണം. നിന്റെ പഴയ സ്തോത്രയാഗത്തിലേക്ക് നീ മടങ്ങി വരണം. മാർഗമൊന്നുമില്ല കേട്ടോ. ദൈവത്തിന്റെ പൈതലെ, ഈ പകൽക്കാലം ഇച്ചിരി പഴയ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ നിന്നെ വീണ്ടെടുക്കാൻ ആ വഴിയേ ഉള്ളൂ. എന്തോ ചെയ്യണം? നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും പറഞ്ഞതിതാ. എന്തോ ചെയ്യണം? ശത്രുവിനെ തോൽപ്പിക്കാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഇന്ന് ഉപവാസ ദിവസമാ സഭയുടെ. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു കൊച്ചുപള്ളിയിൽ 8 യൗവനക്കാർ വിശുദ്ധ കുർബാന കൈക്കൊണ്ടു. 3 ക്ലാസ്സുകൾ. അവസാനത്തെ ഒരുക്ക ക്ലാസ്സിൽ റെയിലിങ്സിൽ മുട്ടുകുത്തിച്ചുകൊണ്ട് ഞാൻ കയറി നിന്ന് 15 മിനിറ്റ് അവരോട് പറഞ്ഞു, കുർബാന കൈക്കൊള്ളേണ്ടതിൻ്റെ ശിക്ഷണങ്ങൾ. 8 പേരോടും ചോദിച്ചു, മക്കളെ, നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ രാവിലെ പുട്ടു നിന്നിട്ട് വരുന്നവരെല്ലാം കൈവെക്കാൻ പറഞ്ഞു. രാവിലെ നല്ല കുഞ്ഞുങ്ങളില്ലേ മാർത്തോമാക്കാര്? ഒരു പെങ്കൊച്ചൊഴിച്ച് 7 പേരും കൈവോക്കി. ഞങ്ങൾ കഴിച്ചിട്ടാച്ചാ വരുന്നെന്ന്. ഒരു കുഴപ്പമില്ല. മക്കളെ, 31 വർഷവും 7 മാസവുമായി ഇതിട്ടിട്ട് ഇതുവരെ ഒരു ഞായറാഴ്ചയും 1 മണിക്ക് മുമ്പേ ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ ചൊല്ലിയതാ ഇവിടെ. ഒന്നുകൂടെ കേട്ടോ മക്കളെ. 31 years 7 months എൻ്റെ അപ്പൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാതെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല. എല്ലാവരെയും ചൂണ്ടി. എന്നെ പറയുന്ന കുഞ്ഞുങ്ങളെ, അജാ, ഞങ്ങളങ്ങനെ ചെയ്യാം. എൻ്റെ സഹോദരിമാരെ, നിന്റെ കുഞ്ഞ് ഉപവസിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? നീ പഠിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ പിതാവേ, നിന്റെ മകൻ ഉപവാസം എന്നുള്ള വാക്ക് കയ്യിലെടുത്തത് നീ കേട്ടിട്ടുണ്ടോ? മാർത്തോമാക്കാര, നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. നാം ഇതെല്ലാം കണ്ടും കൊണ്ട് ഇങ്ങനെ പരിഭ്രമിച്ചും പതറിയും നടക്കുകയാ. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം, നിന്റെ ശത്രു തോൽക്കുവാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും കണ്ണുനീരൊഴുക്കാനും. ഞാൻ വളരെ വ്യക്തിപരമായൊരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്കൊരു മകളുണ്ട്. അവളൊരു ഹോമിയോ ഡോക്ടറാണ്. ആയിട്ട് 1.5 മാസമേ ആയുള്ളൂ. എൻ്റെ കുഞ്ഞ് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് 1 മാസം മുമ്പേ വീട്ടിലിരിക്കുമ്പോൾ, പപ്പ,
അടുത്ത ബുധനാഴ്ച എൻ്റെ അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. ഞായറാഴ്ച വൈകുന്നേരമാണ് പറയുന്നത്. 3 ദിവസം ഞാൻ ഉപവസിക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, നീ ഉപവാസം എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഒരു നേരെ കഴിക്കുന്നുള്ളൂ. എന്തിനാ? അത് ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണമല്ലോ. നിന്നെ ഉപവസിക്കാൻ ആര് പഠിപ്പിച്ചു? എന്നെ ആരും പഠിപ്പിച്ചതല്ല. പപ്പ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇനി ഞാനാണല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആരെങ്കിലും വ്യാകുലപ്പെട്ടുപിടിരിപ്പുണ്ടെങ്കിൽ അവർ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം അവളോട് ഞാൻ പറഞ്ഞു, മക്കളെ ഞങ്ങളും കൂടെ ഉപവസിക്കാം നിന്നോടുകൂടെ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണമേശയിൽ ഭക്ഷണം വിളമ്പി വെച്ച് ഞങ്ങൾ 3 പേരും കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ വലതുവശത്ത് ഫോൺ റിങ് ചെയ്തു. യുവർ ഡോട്ടർ ഗോട്ട് അഡ്മിഷൻ ഇൻ ദ കോളേജ്. ഫാദറെ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ കോളേജിൽ ഒരു അഡ്മിഷൻ ലഭിച്ചു. ഈ പകലൊരു വാക്ക് പറയാനാ. 6.5 വർഷം എൻ്റെ കുഞ്ഞവിടെ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ പറയുമായിരുന്നു, കർത്താവ് എനിക്ക് തന്ന ഉപവാസത്തിലൂടെ എന്നെ ഈ ക്യാമ്പസിൽ അരുമനാഥൻ ബലപ്പെടുത്തുന്നുണ്ട്. എന്നെ കേട്ട മാതാപിതാക്കളെ, നിന്റെ കുഞ്ഞ് കഷ്ടതയിലായ ഒരു കാലമല്ലേ ഇത്? നിന്റെ മക്കൾ തൊഴിലില്ലാതെ പോയ കാലമല്ലേ? ജോലി നഷ്ടപ്പെട്ടു പോയൊരു കാലമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ കുറെ രാജ്യങ്ങളിൽ കണ്ണുനീരോടെ ഈ പകൽക്കാലം ഇരിക്കുന്നില്ലേ? ഈ ആരാധന കഴിയുമ്പോൾ നീ അവരോട് പറയുമോ, മക്കളെ, ഒരു പാവപ്പെട്ട അച്ഛൻ വന്നിങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, ഉപവാസവും പ്രാർത്ഥനയും സ്തോത്രവും കൊണ്ട് നിന്റെ ശത്രുവിനെ നിനക്ക് തോൽപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവരൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ശത്രു തോൽക്കുവാൻ മറിമായങ്ങളൊന്നുമില്ല ദൈവവൈതലേ. പുറത്തെ മല്ലനെയും അകത്തെ ആഖാനെയും തോൽപ്പിക്കുവാൻ നിന്റെ കയ്യിൽ അരുമനാഥൻ തന്നിരിക്കുന്ന മാർഗം അതുമാത്രമാണ്. അപ്പന്മാരെ, അമ്മമാരെ, സഹോദരിമാരെ, ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗം പോകാം. രണ്ടാമത്തെ ശബ്ദം, The fury of Jordan. 3 വാക്ക് പറഞ്ഞാ നമ്മൾ തുടങ്ങിയേ. The giants, the Jordans and the Jerichos. രണ്ടാമത്തെ വാക്കാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്ത്? നമ്മുടെ നടുവിൽ ആരുണ്ട്? യോശുവ എന്ന ഭക്തൻ പറഞ്ഞു, മുൻപിൽ ആരുണ്ട്? യോർദാനുണ്ട്. മല്ലൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം, ജോർഡൻ ഈസ് എ സൈക്കോളജിക്കൽ ഫോക്ക്. ഒരു ദൈവവൈദ്യന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന ശത്രുവിന്റെ പേരാ യോർദാൻ. എന്തുവാ? ഒരു ദൈവവൈദ്യന്റെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന ശത്രുവിന്റെ പേരാ. ശരീരം ഒത്തിരി ബലമുള്ളതാണെങ്കിലും ചിലപ്പോൾ മനസ്സ് ക്ഷീണിച്ചു പോകും. ഇതാ ദൈവജനം യോർദാന്റെ വൻകരയിൽ എത്തി നിൽക്കുക. ആ സമയത്ത് യോർദാൻ കാണിക്കുന്ന ഒരു അടയാളമുണ്ട്. എന്താണെന്നറിയാമോ? The river Jordan was overflowing. യോർദാൻ നദി എന്തോ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ജനം ചിന്തിച്ചു, 3 മാസം മുമ്പേ ആയിരുന്നെങ്കിൽ ഇത്രയും വെള്ളം കാണത്തില്ല, 3 മാസത്തിന് ശേഷമാണെങ്കിലും കാണത്തില്ല. കാരണം എന്താണെന്നറിയാമോ? യോർദാനിൽ വെള്ളം പൊങ്ങുന്നത് മഴ കൊണ്ടല്ല, ഹെബ്രോനിലെ മഞ്ഞുരുകിയിട്ടാണ്. ഇപ്പൊ സീസൺ മാറുമ്പം യോർദാനിൽ വെള്ളപ്പൊക്കമില്ല. ജനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ്? ഈ 2 വർഷം നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പം 200-ൽ നിന്ന് 20-ലേക്ക് പോയി. എന്താ ഇങ്ങനെ? Why this? ഒത്തിരി ചോദിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാ ഇത്
എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ? ഞാൻ അവരോടൊരു ഉത്തരം പറയാൻ പോവാ. എന്റെ യജമാനൻ എല്ലാം വ്യക്തമായ ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്ത് ചെയ്താലും വ്യക്തമായ ദൈവോദ്ദേശത്തോടെ മാത്രമേ ചെയ്യുകയുള്ളൂ. നമുക്ക് ആ ധ്യാനത്തിലേക്ക് മുൻപോട്ട് പോകാം. ഒരു വാക്യം വായിക്കണം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. കിട്ടിയോ? മതി. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. എപ്പോഴാ കവിഞ്ഞൊഴുകുന്നേ? കൊയ്ത്തുകാലം. എന്തുവാ ഈ കൊയ്ത്തുകാലം എന്ന വാക്കിന്റെ പ്രത്യേകത? വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്കും ധ്യാനിച്ചിട്ടുള്ളവർക്കും അറിയാം. യോർദാൻ കടന്നാൽ ഒന്നില്ല. പിന്നെ ഏതാ? മന്ന ഇല്ല. മന്ന തീരും. യോർദാന്റെ അപ്പുറത്ത് മന്ന ഇല്ല. കയ്യിൽ കരുതിയത് തിന്നു തീർക്കുക മാത്രമേ ഉള്ളൂ. മന്ന പൊഴിയുന്നില്ല. പിന്നെ എവിടുന്നാ ഭക്ഷണം? എവിടുന്നാ? കനാൻ നാട്ടിൽ ചെന്ന് കൊയ്ത്തും വിതയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭക്ഷണം. ദൈവവേദലെ ശ്രദ്ധിച്ചു കേൾക്കണേ. കൊയ്ത്തുകാലത്താണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയാവോ? നീ ഇവിടുന്ന് നടന്ന് അവിടെ ചെന്ന് കൊയ്ത്തും വിതയും കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേക്കും ഒരു പാട്ടിനെ ഇവിടെ സാധ്യതയുള്ളൂ. എന്തുവാ? സ്വർഗയാത്ര ചെയ്യുന്നു അല്ലേ? അതിനെ സാധ്യതയുള്ളൂ. ഒരു മർമ്മം പറയാൻ പോവാ. ദൈവസന്നിധിയിൽ യഹോവയായ ദൈവം എന്തോ എന്നറിയാമോ? നീ അക്കരെ കടക്കുന്നതിന് മുമ്പേ ഈ കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ അരികിൽ നിന്നെ നിർത്തിയിട്ട് അവൻ അപ്പുറത്ത് ഒന്ന് കരുതി. എന്തോന്നറിയാമോ? കനാൻ നാട്ടിൽ കൊയ്ത്തുകാലം ഉണ്ടാകുമ്പോൾ യോർദാനിൽ വെള്ളം പൊങ്ങും. അപ്പൊ എന്റെ അർത്ഥം, ഇവിടെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എന്തുണ്ട്? ഒരു കൊയ്ത്തുകാലം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയട്ടെ. ദൈവത്തിന്റെ പൈതലെ, നിന്നെ അരുമനാഥൻ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തവൻ ഒരു കൊയ്ത്തൊരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ മന്ന നിന്നു പോകുമ്പോൾ യോർദാന്റെ അപ്പുറത്ത് ഒരു കൊയ്ത്തൊരുക്കി ധാന്യപ്പുരകളെ ഒരുക്കുന്ന ഒരു അരുമനാഥൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഈ പകൽക്കാലത്തിൽ ആര് ഏറ്റുപറയും, ദൈവമേ ഞാൻ നിൽക്കുന്നത് യോർദാന്റെ വൻകരയില്ല? പക്ഷേ ആരെങ്കിലും കണ്ണുനീരോടെ ഇത് കേട്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, അപ്പുറത്ത് നിന്റെ കർത്താവ് നിനക്കായി ഒരു മേശ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ അപ്പുറത്ത് നിനക്കായി ഒരു മേശ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തൊന്ന് ഒരുക്കാതെ ഇപ്പുറത്ത് ഒന്ന് അവൻ തീർത്തു കളയുന്നില്ല എന്ന് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അവൻ നമ്മോട് ഈ പകൽക്കാലം പറയുക, യഹോവയുടെ സന്നിധിയിൽ ഒരു കൊയ്ത്തുകാരൻ അപ്പുറത്ത് നിനക്കായി ഒരുക്കിയിരിക്കുന്നു. രണ്ടാം ഭാഗത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജനം യോർദാനിൽ നിൽക്കുക. യോർദാന്റെ വൻകരയിൽ ദൈവജനം 3 ശബ്ദം കേട്ടു. എന്തോന്നറിയാവോ ഇത്? 1 പാലമില്ല, 2 പടകില്ല, 3 പാതയില്ല. എന്തുവാ? യോർദാനിലേക്ക് ദൈവജനം സൂക്ഷിച്ചു നോക്കിയപ്പോൾ യോർദാൻ അവരോട് പറഞ്ഞത് ഇതാ: പാലമില്ല, പടകില്ല, പാതയില്ല. ദൈവമക്കളെ, ഈ കാലത്തിൽ നമ്മളോട് ലോകം പറയുന്നത് ഇതാ. എന്തുവാ? അക്കരെ കടക്കാൻ എന്തോ പാലമില്ല, പിന്നെ പടകില്ല, പിന്നെ പാതയില്ല. മർത്തോമക്കാരാ, എന്തോ ചെയ്യും? ഞാനിത് നരണത്തോടത്ത് ചോദിച്ചപ്പോ ഒരു സേവ്യാസംകാരി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അച്ഛാ നീന്തറിഞ്ഞാലും മതിയെന്ന് പറഞ്ഞു.
എന്തുവാ? അങ്ങനെ ധൈര്യമുള്ള കുറച്ച് പേര് ഇവിടെയും കാണുമായിരിക്കും. എന്തുവാ? പാലമില്ല, പടകില്ല, പാതയില്ല. ദൈവമക്കളെ, ഈ വാക്ക് ധ്യാനത്തോടെ കേൾക്കണം. പാലവും പടകും പാതയും ഇല്ലാത്തയിടത്ത് ഏറെ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ഒരു ദിനമുണ്ട്. There is fertility for your tears. ദൈവവൈതലേ, നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ഒരു ദിനമാണ്. പാലവും പടകും പാതയുമില്ലാത്ത അവസരം. എന്തോ ഞാൻ പറഞ്ഞേ? നമ്മുടെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ദിനമാ. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അച്ചോ മുമ്പോട്ട് പോകാൻ പാലവും ഇല്ല, പടകുമില്ല, പാതയുമില്ല? അവർ തിരിച്ചു പോകുമ്പം കൊണ്ടുപോകേണ്ടതാ ഞാനിപ്പോൾ പറഞ്ഞേ. ദൈവവേദലെ നിലവിളിച്ചോണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കും. അതിനൊരു മാർഗമേ ഉള്ളൂ. കണ്ണുനീര് ഫലം കായ്ക്കണമെങ്കിൽ കോൺസിക്രേറ്റ് യുവർ സെൽസ്. എന്തോ ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലിരിക്കണം. ശുദ്ധീകരണത്തോടെ അവന്റെ അരികിലേക്ക് ചേർന്ന് വരുമ്പോൾ പാലവും പടകും പാതയുമില്ലാത്തിടത്ത് അരുമനാഥൻ കണ്ണുനീരിന് ഫലഭൂഷ്ടി ഉണ്ടാക്കി തരും. രണ്ടാമത്തെ ദൂതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അക്കരെ കടന്ന് എങ്ങനെയാണെന്നറിയാമോ? 3 ദൈവശബ്ദം അപ്പുറത്ത് കേൾപ്പിച്ചു. പാലമില്ല. അപ്പുറത്ത് ഇങ്ങനെ കേട്ടു, പുറപ്പെടുക. എന്തുവാ? പാലം കാണുന്നില്ല നീ, പക്ഷെ എന്തോ ചെയ്യണം? പുറപ്പെടാൻ പറഞ്ഞു. പടകില്ല. അനുസരണത്തിന്റെ പടകിൽ കയറിക്കോളാൻ പറഞ്ഞു. എന്തുവാ? പുതിയൊരു പടകിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്തുവാ? പടകില്ല, പക്ഷേ അനുസരണത്തിന്റെ പടകിൽ നീ പ്രവേശിക്കുക. പാതയില്ല, പറഞ്ഞയച്ചവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. 3 ദൂതുകൾ നമുക്ക് ഒന്നുച്ചത്തി പറയാം. എന്തുവാ? പാലമില്ല, പക്ഷേ നീ പുറപ്പെടുക. പടകില്ല, അനുസരണത്തിന്റെ പടകിൽ നീ പ്രവേശിക്കുക. പാതയില്ല, പറഞ്ഞയച്ചവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവവേദലെ ആര് വിശ്വസിക്കും ഈ പകൽക്കാലം? ദൈവമക്കളെ, പാലമില്ലാത്തടത്ത് ഒരുവൻ നിന്നോട് പറയുന്നു നീ പുറപ്പെടുക. പാതയില്ലാത്തടത്ത് നിന്നോട് പറയുക, പറഞ്ഞയച്ച ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് പടക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അനുസരണത്തിന്റെ പടകിൽ നിന്നെ അവൻ കയറ്റി അക്കരയെത്തിക്കും. ഈ നല്ല പകലിൽ യോർദാൻ ഒരു വാക്ക് നമ്മോട് പറയുന്നുണ്ട്. മരണ യോർദാനിൽ നിന്ന് മധുരമായ ഓർമ്മകളുമായി നിന്നെ കരയേറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മരണ യോർദാനുകളുടെ നടുവിൽ നിന്ന് മധുരതരമായി നിന്നെ കരയേറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. യോർദാന്, മരണ യോർദാൻ എന്ന് നീ പേര് വിളിച്ചാൽ മധുരതരമായി അപ്പുറത്തേക്ക് നിന്നെ കരയേറ്റുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, നമുക്കൊക്കെ ഇന്ന് മനസ്സിലുള്ളൊരു സംശയമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ ഭക്തിയും നമ്മുടെ ആത്മീയ ജീവിതമൊക്കെ പലപ്പോഴും നമ്മൾ ഊഹാപോഹങ്ങളിലേക്ക് കൊണ്ടുപോകും. ഊഹാപോഹങ്ങളിലേക്ക്. എന്നാൽ അരുമനാഥൻ നമ്മോട് ഈ പകൽക്കാലം ഓർമ്മിപ്പിച്ചു പറയുക, ദൈവത്തിന്റെ കരുണകളുടെ ഓർമ്മകളുമായി നിന്നെ യോർദാനിൽ നിന്ന് കർത്താവ് പുറപ്പെടുവിപ്പാൻ ശക്തനാ. ഈ രാത്രം, ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, ഞാൻ നിൽക്കുന്ന യോർദാന്റെ അരികിൽ നിന്റെ കരുണകൾക്ക് നന്ദി പറവാൻ അവസരം തരണമേ. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ കരുണകൾക്ക്
നന്ദി പറവാനൊരു അവസരമായി തീരുവാൻ ഈ പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്കൂടെ പറഞ്ഞ് ഞാൻ മൂന്നാം ദൂതിലേക്ക് പോകട്ടെ. ചില അഭിഷേകങ്ങൾ കൊണ്ട് അരുമനാഥൻ നിന്നെ അക്കരെ കടത്തും. ഹല്ലേലൂയ. യഹോവ നിന്നെ ശുദ്ധീകരിച്ച് അക്കരെ കടത്താൻ ശക്തനായൊരു ദൈവം ഈ നല്ല പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പറയാൻ കഴിയും. കർത്താവെ, നിന്റെ കണ്ണുനീരിൻ്റെ ഫലഭൂയിഷ്ഠത നീ തിരിച്ചറിയുവാൻ ഈ പകൽക്കാലം കഴിയണം. ദൈവമക്കളെ, ഈ നാടുകളിൽ അരുമനാഥൻ്റെ നമ്മൾ രണ്ടാമതായി പറയുന്നത് കണ്ണുനീരിൻ്റെ കാത്തിരിപ്പുകൾക്ക് ഫലഭൂയിഷ്ഠത ഉണ്ട്. വേദപുസ്തകം വ്യാഖ്യാനിച്ച ഒരു ഭക്തനാണ് E.V. ഹിൽ എന്ന മനുഷ്യൻ. E.V. ഹിൽ എന്ന ഭക്തനെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ചെയ്ത ഒരു മിഷണറി വീരനാണ് E.V. ഹിൽ. E.V. ഹില്ല് തന്റെ മിഷണറി വീര കഥയിൽ എഴുതിയിരിക്കുന്ന ഒരു കൊച്ചുവാചകമുണ്ട്. ഞാൻ ജനിച്ച വീണ വീട് ഒരു കൊച്ചു വീട്. അമ്മ 4 വീട്ടിൽ നിന്ന് കലം തേച്ചു കൊണ്ടുവരുന്നതാണ് എൻ്റെ വീടിന്റെ സ്വന്തം. E.V. ഹില്ലിനോട് എല്ലാ സന്ധ്യയിലും അമ്മ വേദപുസ്തകം ഇങ്ങനെ ഉയർത്തിയിട്ട് പറയും, മോനെ, നിന്നെ ഈ വചനം എടുത്തുയർത്താനാ കർത്താവ് വിളിച്ചിരിക്കുന്നേ. അപ്പൊ E.V. ഹില്ല് എപ്പോഴും പറയും, അമ്മേ, ഞാൻ അത് തന്നെ ചെയ്യാം. E.V. ഹില്ല് അതിനുവേണ്ടി ഒരുങ്ങി കോളേജിൽ പഠിക്കാൻ പോയി, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി, ഒരുങ്ങി. ആ പാവപ്പെട്ട അമ്മ E.V. ഹില്ല് പറഞ്ഞിരിക്കുക, വണ്ടിക്കൂലിക്ക് 102 രൂപ, 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ബാക്കി 2 രൂപയാണ് കയ്യിലുള്ളത്. ആ 2 രൂപയും കൊണ്ട് പോവാം. കോളേജിൽ പോയി ഇന്റർവ്യൂ കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം പ്രതിസന്ധിയില്ല, തിരികെ വരാനുള്ള വണ്ടിക്കൂലിയില്ല. E.V. ഹിൽ തന്റെ പുസ്തകത്തിൽ പറഞ്ഞു, അമ്മ പറഞ്ഞൊരൊറ്റ ഉറപ്പ് മാത്രമേ ഉള്ളൂ, ഈ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മകൻ ഇറങ്ങിപ്പോയിടം വാതിലടച്ചിട്ട് അമ്മ ആ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുകയാണ്. ഒരൊറ്റ വാചകമാ പ്രാർത്ഥന, വണ്ടിക്കൂലിയില്ലാതെ കൊണ്ടുപോയിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ ദൈവമേ നീ മടക്കി കൊണ്ടുവരണം. സമയം 5 മണിയായി. കോളേജിന്റെ വാതിൽ പ്രിൻസിപ്പൽ ഇറങ്ങി നിൽക്കുന്നു. അവൻ മാത്രം അവിടെ നിൽപ്പുണ്ട്. ചോദിച്ചു, മോനെ, നിന്റെ പേര് E.V. ഹിൽ. E.V. ഹിൽ എന്ന മനുഷ്യൻ പറയുക, അന്ന് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ ആദ്യത്തെ പേര് എൻ്റേതായി മാറിയത്. ഒത്തിരി അഭിനന്ദനം തോന്നി പ്രിൻസിപ്പലിന് അവൻ്റെ പെർഫോമൻസിൽ. തോളിൽ തട്ടി ചോദിച്ചു, വീട്ടിലാര്? അമ്മ മാത്രമേ ഉള്ളൂ. പോകുന്നില്ലേ? സന്ധ്യയ്ക്കാണ് വണ്ടി. ഒന്നും അഭിമാനം കൊണ്ട് പറഞ്ഞില്ല. 3 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ പ്രിൻസിപ്പൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് സന്തോഷം കൊണ്ട് ഒരു 100 രൂപ നോട്ടെടുത്ത് അവൻ്റെ കയ്യിലേക്ക് വയ്ക്കുകയും E.V. ഹിൽ 2 തുള്ളി കണ്ണുനീരതിൽ വീഴ്ത്തി. ചോദിച്ചു, എന്നാ മോനെ? ഒന്നുമില്ല, സന്തോഷമാണ്. E.V. ഹിൽ വണ്ടി കയറി തിരികെ വരുമ്പോൾ ആ വീട്ടിൽ എരിയുന്ന ഒരു മണ്ണെണ്ണ വിളക്കും ജനലിലൂടെ കാണുന്ന ആ അമ്മയുമാണ്. ആ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, വണ്ടിക്കൂലിയില്ലാതെ കൊണ്ടുപോയിരിക്കുന്ന എൻ്റെ കുഞ്ഞിനെ നീ മടക്കി കൊണ്ടുവരണം. എൻ്റെ അപ്പന്മാരെ, അമ്മമാരെ, നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ഒരു കാലമായത്. നിന്റെ കണ്ണുനീർ തുള്ളികൾക്ക് ഫെർട്ടിലിറ്റി ഉണ്ടാകുന്നൊരു കാലമായത്. നീ ഏത് യോർദാന്റെ വൻകരയിൽ നിന്നാലും അപ്പുറത്ത് ചില കൊയ്ത്തുകൾ ഒരുക്കി നിന്നെ ബഹുമാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനായി കൂടെയുണ്ട്. 2 വാക്ക് നമ്മൾ പറഞ്ഞു. അടുത്ത 4 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. 1, നാം പറഞ്ഞത് മല്ലനുണ്ട്, എന്നാൽ നമുക്കൊരു രക്ഷകനുണ്ട്. 2, നമ്മുടെ മുമ്പിലൊരു യോർദാനുണ്ട്. പാലമില്ലാത്തടത്തും പടകില്ലാത്തടത്തും പാതയില്ലാത്തടത്തും കണ്ണുനീർ
ഫലം കായ്ക്കുന്ന ഒരു യാത്രയാണിത്. മൂന്നാമതായി യോശുവ എന്ന ഭക്തൻ പറഞ്ഞു, ദ ഫോർട്രസ് ഓഫ് ജെറിക്കോ, എരിഹോവിന്റെ മതിലുകൾ മുൻപിലുണ്ട്. എരിഹോ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഫോ, നേരിട്ട് കാണുന്ന ശത്രുവാ എരിഹോവ്. മുൻപിലെ ചില ശത്രുക്കൾ മുൻപിൽ തന്നെ ഉണ്ട്, മാറുന്നില്ലത്. എത്ര പ്രാർത്ഥിച്ചാലും മാറുന്നില്ല, മുൻപിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഫോ. ദൈവജനം അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മൾ ചോദിച്ചതുപോലെ, വീണ്ടും വീണ്ടും എന്തിനാ തടസ്സങ്ങൾ? ദൈവവേദലെ ഏറ്റവും ഒടുവിലിരുന്ന ആൾ കേട്ടോ ഞാൻ പറഞ്ഞേ, നീ ചോദിച്ചില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ, കർത്താവേ വീണ്ടും വീണ്ടും എന്തിനാ തടസ്സങ്ങൾ? ഈ സഭ, കേരളത്തിലെ ജനം, ലോകത്തിലെ ജനം വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാ, വീണ്ടും വീണ്ടും എന്തിനാണ് തടസ്സങ്ങൾ? ഉത്തരമുണ്ട് കേട്ടോ, ഒരു കൊച്ചുത്തരം പറയാം, ഉറപ്പിച്ചിട്ടേ പോകാവൂ. ഇത് വിശ്വാസയാത്രയാണ്. ഇത് വിശ്വാസയാത്രയാണെങ്കിൽ വീണ്ടും വീണ്ടും തടസ്സങ്ങളുണ്ട്. അക്കരെ എത്തും വരെ യാത്രയിൽ തടസ്സങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് പോകണം. എന്താ? ഒമിക്രോണും ബാക്കിയുള്ളതൊക്കെ പുറകെ വരുന്നുണ്ട്. വീണ്ടും വീണ്ടും എന്തിനാ തടസ്സം എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതേ ഉള്ളു. എന്തിനാ? ഇത് വിശ്വാസയാത്രയാ. നീ ഞാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതിനാണെന്ന് തിരിച്ചറിയാതെ പോകരുത്. ഇതൊരു വിശ്വാസയാത്രയാ. ശരി, എരിഹോവിന്റെ അരികെ ചെന്നു. എന്റെ വിചാരം, നല്ല മിടുക്കന്മാരായ കുറെ അച്ഛന്മാരും ചുമതലക്കാരും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ പോയെ യോശുവയുടെ കൂടെ. പേടിക്കണ്ട, ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. മൂന്ന് കാര്യം കണ്ടവര്. ഒന്ന്, കാഴ്ചകൾ ഭയങ്കരം. The sights are embarrassing. കണ്ടപ്പോഴേ പേടിച്ചുപോയി. നിങ്ങൾക്കറിയാവോ, എരിഹോ കോട്ടയുടെ മുകളിൽ താമസിച്ച ഒരു സ്ത്രീയുടെ കാര്യം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാഹാബ് എന്ന സ്ത്രീ ഡബിൾ സ്റ്റോറി വീട് വെച്ച് താമസിച്ചത് ഈ കോട്ടയുടെ മുകളിലാണ്. അപ്പൊ നമ്മുടെ അപ്പുറത്തെ തമ്പിച്ചാന്റെ മതിൽ പോലുള്ളൊരു കൊച്ചു മതിലിന്റെ കാര്യമല്ലേ പറയുന്നത്. പിന്നെ ഇരുനില വീട് വെച്ച് താമസിക്കാൻ പറ്റി വീതിയുള്ളൊരു ഭവനം അതിന്റെ മുകളിലുണ്ടായിരുന്നു. കാഴ്ച ഭയങ്കരമാണ്. കണക്കൂട്ടലുകൾ മോശമാണ്. ഒരുപാട് പേര് കണക്കൂട്ടിയായിരുന്നു. എന്തുവാ, ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാമെന്ന്. കണക്കൂട്ടലുകളും തെറ്റി. പിന്നെ എന്റെ കയ്യിലുള്ള ഉപകരണങ്ങളും പ്രയോജനരഹിതമാണ്. മൂന്ന് വാക്ക് ഞാൻ പറഞ്ഞു. കാഴ്ച ഭയങ്കരം, കണക്കൂട്ടലുകൾ മോശം, എന്റെ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുന്നില്ല. രണ്ട് കൊച്ചു വാക്കുകൊണ്ട് എരിഹോവ് താഴെ വീണു. ഹൃദയത്തിൽ എഴുതാനാണ് ഞാൻ പറഞ്ഞേ. നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ട് വാക്കുകൊണ്ട് താഴെ വീണു. ഏതോ ദിവസം പറഞ്ഞ ഇങ്ങനെയാ, ദ സൈലന്റ് മാർച്ച് ആൻഡ് ദ ഷൗട്ട് ഓഫ് ഫെയ്ത്ത്. എന്തുവാ? ദ സൈലന്റ് മാർച്ച് ആൻഡ് ദ ഷൗട്ട് ഓഫ് ഫെയ്ത്ത്. മലയാളത്തിൽ ഇങ്ങനെ പറയാം, നിന്റെ അധരത്തിലെ ഉച്ച ശബ്ദവും നിന്റെ നിശബ്ദ യാത്രയും കൊണ്ട് എരിഹോവ് താഴെ വീണു. ഞാൻ ആഴമുള്ള രണ്ട് വാക്കുകളാ പറഞ്ഞേ. എന്തുവാ? നീ എരിഹോവിന് ചുറ്റും നടത്തിയ നിശബ്ദ യാത്രകൾ കൊണ്ടും നിന്റെ അധരത്തിലെ ഉച്ച ശബ്ദങ്ങൾ കൊണ്ടും എരിഹോവ് താഴെ നിപതിച്ചു. എനിക്ക് ഈ പകൽക്കാലം തിരികെ പോകാൻ ഒരുങ്ങുന്ന എൻ്റെ ദൈവമക്കളോട് പറയാനായിട്ടുള്ളത്, ഒരിക്കലും മറന്നുകൂടാൻ പാടില്ലാത്ത രണ്ട് വാക്കുകളാണ്.
സ്തോത്രത്തോടെ അത് കേൾക്കണം, ഏറിയ സ്തോത്രത്തോടെ അത് കേൾക്കണം. ദൈവവേദലേ, നീ നടത്തുന്ന നിശബ്ദ യാത്രകൾക്ക് പ്രതിഫലം തരുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറയട്ടെ. എന്നെ കേൾക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, എൻ്റെ പിതാക്കന്മാരെ, നിങ്ങൾ ഓർക്കുന്നോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വെള്ളിയാഴ്ചകളിൽ വിറകടുപ്പിൽ ഊതി കുഞ്ഞുങ്ങൾക്ക് 3 കൂട്ടം കറിയും വെച്ച് പള്ളിയിലെ 1-ാമത്തെ മണി കേട്ടു. 2-ാമത്തെ മണി അടിക്കുന്നതിന് മുമ്പേ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ കയറണമെന്ന് ഓർത്തുകൊണ്ട് സാരി വഴിയിൽ വെച്ച് ഉടുത്തും കൊണ്ട് ഒരു വേദപുസ്തകവും മാറോടണച്ചുകൊണ്ട് കയറി സൈഡിലെ വാതിലൂടെ വന്ന് ആ ഭിത്തിയിൽ ചാരിയിരുന്ന് കരഞ്ഞ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരോടാ പറയുന്നേ, നീ ഇന്ന് ജീവിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നീ നടത്തിയ നിശബ്ദ യാത്രകൾക്ക് എൻ്റെ കർത്താവ് പ്രതിഫലം തരുന്ന ഒരുവനാ. ഹല്ലേലൂയ. നീ നടത്തിയ ഉപവാസ പ്രാർത്ഥനയ്ക്കും നീ 2.5 മണിക്കൂർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നതിനും നീ മെത്രാച്ചൻ പറഞ്ഞത് കേട്ടതിനും നീ കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്കിരുന്നതിനുമൊക്കെ പ്രതിഫലം തരുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. ദൈവവേദലേ, ഈ കൊറോണ കാലത്ത് ഞാൻ ഉറക്കെ വിളിച്ചു പറയട്ടെ, നിന്റെ നിശബ്ദ യാത്രകളൊന്നും നീ മുടക്കിക്കളയരുത് കേട്ടോ. മുടങ്ങിപ്പോയി, കുറെ മാർത്തോമക്കാര് കുറെ മുടങ്ങിപ്പോയി. ഈ നല്ല പകൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുക, നീ നിർത്തിക്കളഞ്ഞ നിശബ്ദ യാത്രകളെ പുനരാരംഭിക്കുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നുണ്ട്. ആലയത്തിന്റെ അരികിലൂടെ കയറി വന്ന് ഉപവാസത്തോടെ ഇരുന്ന് ഞരങ്ങാൻ ദൈവം നിന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ കൊച്ചു വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നീ തിരികെ പോയത് ഓർക്കുന്നില്ലേ? നിന്റെ കുഞ്ഞിനെ അവൻ ബലപ്പെടുത്തിയില്ലേ? നിന്റെ കുടുംബത്തെ അവൻ ശക്തീകരിച്ചില്ലേ? നിന്റെ തലമുറയോട് അവൻ കരുണ കാണിച്ചില്ലേ? നിന്റെ വീടിനെ അവൻ ആദരിച്ചില്ലേ? നടന്നതിനൊക്കെ പ്രതിഫലം തരുന്നൊരു കർത്താവാ. വാങ്ങിയോ? ഇനിയും അവൻ പ്രതിഫലം തരാൻ ശക്തനാ. ഹല്ലേലൂയ. ഇനിയും അവൻ പ്രതിഫലം തരാൻ ശക്തനാ. ഈ ആലയത്തിൽ നിന്ന് തിരികെ പോകുമ്പോൾ കൈകൂപ്പിയിട്ട് വേണം പോകാൻ. എന്തിനാണെന്നറിയാമോ? കർത്താവേ, ഞാൻ മറന്നുപോയ നിശബ്ദ യാത്രകൾ പുനരാരംഭിക്കുവാൻ എനിക്ക് കൃപ തരണേ. ഞാൻ നിർത്തിക്കളഞ്ഞ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തിരികെ തരാൻ എനിക്ക് കൃപ തരണേ. ഞാൻ വിസ്മരിച്ചു പോയ എൻ്റെ യാത്രകളെ ഞാൻ മറന്നു പോകരുത്. ഒരു വിശുദ്ധ കുർബാനയുണ്ടെന്ന് കേട്ടാൽ നീ അലസനാണോ? ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് കേട്ടാൽ നിന്നെ അലസത ബാധിച്ചിട്ടുണ്ടോ? മറക്കരുത്, ഈ പകൽക്കാലം അരുമനാഥൻ നിശബ്ദ യാത്രകളിൽ പ്രസാദിക്കുന്നവനാ. ഒരു സ്തോത്രം പറയാമോ ഈ പകലില്? കർത്താവേ, ഞാനിരുന്നിടത്ത് നീ എന്നെ ബഹുമാനിച്ചവനാ. ഞാൻ പ്രാർത്ഥിച്ചിടത്ത് എന്നെ ഉയർത്തിയവനാ. ഞാൻ കണ്ണുനീരൊഴുക്കിയിടത്ത് എന്നെ എഴുന്നേൽപ്പിച്ചവനാ. എൻ്റെ മാതാപിതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നീ ആലയത്തിൽ നീ പ്രാർത്ഥിച്ചതൊക്കെ ചിലത് പട്ടുപോയെന്നോ മുടങ്ങിപ്പോയെന്നോ കരുതി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അരുമനാഥൻ നിന്നോട് വീണ്ടും കൽപ്പിക്കുകയാ, നീ നിന്റെ വിശ്വാസയാത്രയിൽ നിശബ്ദ യാത്രകൾ പുനരാരംഭിച്ചാൽ നിന്നെ ബലപ്പെടുത്തുന്നൊരു കർത്താവുണ്ട്. നിന്റെ ദൂരെ ഇരിക്കുന്ന കുഞ്ഞിനോട് ഞാൻ ഈ പറഞ്ഞ വർത്തമാനം ഈ പകൽക്കാലം നീ പറയണം. എന്തിനെന്നറിയാമോ? നീ തകർന്നു പോയിട്ടുണ്ടോ മോനെ? നീ ക്ഷീണിച്ചിരിക്കുന്നോ മോളെ? നീ നടത്തുന്ന വിശ്വാസയാത്രകൾക്ക് പ്രതിഫലം തരുന്നൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. കരഞ്ഞ കണ്ണുകൾ പുതിയ കാഴ്ച കാണും. തളർന്ന അധരങ്ങൾ ഉച്ചത്തിൽ ശബ്ദിക്കും.
കഷ്ടതകളെ മറന്ന് ആരാധിപ്പാൻ അവനൊരവസരം തരും. നമുക്ക് നന്ദി പറയാൻ കർത്താവിനോട്. കരഞ്ഞ കണ്ണുകൾ പുതിയ കാഴ്ച കാണും. തളർന്ന അധരങ്ങൾ അരുമനാഥനെ സ്തുതിക്കും. കഷ്ടതകളെ മറന്ന് അരുമനാഥൻ നമ്മെ ആരാധിക്കുവാൻ ബലപ്പെടുത്തും. ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, ആ അത്യന്തമായ ശക്തി ഈ മൺപാത്രങ്ങളിലേക്ക് പകർന്ന് തരണമേ. നമ്മുടെ ധ്യാനം പൂർത്തീകരിക്കുകയാണ്. നാം വായിച്ചതും ധ്യാനിച്ചതും ഇങ്ങനെയാണ്: 3 trials, 3 assurances. 3 പ്രതിസന്ധികൾ, 3 ഉറപ്പുകൾ. നമ്മൾ ധ്യാനിച്ചത് 3 വാക്കാ. എന്തുവാ? മല്ലനുണ്ട്, യോർദാനുണ്ട്, എരിഹോ ഉണ്ട്. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും പുസ്തകമൊക്കെ ഒന്ന് താഴെ വെച്ചാട്ടെ. ദൈവമക്കളെ, നമ്മൾ അവൻ്റെ മുമ്പിൽ ഒരു നിമിഷം, ഇതൊരു ധ്യാനമായിരുന്നല്ലോ, ഒന്ന് കൈകൂപ്പിയിരിക്കാൻ ഒരുങ്ങുക. കൈമലർത്തിയാണ് നമ്മൾ വന്നത്. നമ്മളൊരു നിമിഷം കൈകൂപ്പിയിരിക്കാൻ പോവുക. ഒരു ആരാധനയുടെ സമയമായത്. ഒരു സ്തോത്രം പറയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ആരെയെങ്കിലും ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഹൃദയത്തിൽ കേട്ടത് എന്തെങ്കിലും എനിക്ക് വേണ്ടിയാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, ഈ ആലയം ദൈവകൃപ കൊണ്ട് നിറയപ്പെടട്ടെ ഈ പകൽക്കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലയത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂപ്പുകൈകളോടെ നിൽക്കണം. യേശുവേ, എൻ്റെ കർത്താവേ, വിശ്വാസയാത്രയ്ക്ക് ഞങ്ങളെ വിളിച്ച ദൈവമാണ്. ഒരു വിലാപയാത്രകളുടെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കർത്താവേ. വിലാപങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും മല്ലന്മാർ ശക്തിയോടെ നിൽക്കുന്നു കർത്താവേ. ഞങ്ങളെ തോൽപ്പിച്ചു കളയുന്ന മല്ലന്മാർ ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കർത്താവേ. അനാഖ്യ മല്ലന്മാർ പുറത്തുണ്ട്, ആഖാന്റെ തലമുറ ഉള്ളിലുണ്ട് കർത്താവേ. എങ്ങനെ ജീവിക്കേണ്ടു എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ പകൽക്കാലം. കർത്താവ്, ഈ പകൽക്കാലം നിന്നോട് പറയുക, ഉപവാസത്തോടും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും നീ നിന്നാൽ നിന്റെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ ഈ അരുമനാഥൻ മതിയായവനാ. ആര് ദൈവസന്നിധിയിൽ പകൽക്കാലം ഒരു സമർപ്പണം ചെയ്യും? കർത്താവേ, മുടങ്ങിപ്പോയ ഉപവാസത്തിന് തിരികെ തരണം കർത്താവേ. മുടങ്ങിപ്പോയ പ്രാർത്ഥനാ ജീവിതത്തെ എനിക്ക് മടക്കി തരണം കർത്താവേ. സ്തോത്രം പറയാൻ മറന്നുപോയൊരു ജീവിതത്തിന്റെ മേൽ ഹല്ലേലൂയ പാടുവാൻ അവസരം തരണം കർത്താവേ. ഈ പകൽക്കാലം നിന്റെ ശത്രു തോൽക്കാൻ വേറെ വഴിയില്ല. ഈ നല്ല വെള്ളിയാഴ്ച ഒരു വീണ്ടെടുപ്പിന്റെ ദിവസമാണ്. ഒരു സ്തോത്രം പറഞ്ഞോട്ടെ ദൈവമക്കളെ. നിന്റെ ശത്രുവിനെ തോൽപ്പിക്കുവാൻ ആരെങ്കിലും ഭയത്തോടെ ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ടോ? ആരെങ്കിലും നിരാശയോടെ സംബന്ധിക്കുന്നുണ്ടോ? ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു ജയജീവിതം നൽകുന്ന അരുമനാഥൻ ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം. നമുക്കൊരു രക്ഷകനുണ്ട് ദൈവമക്കളെ. നമുക്കൊരു അധികാരമുള്ളവൻ, വാഴ്ത്തപ്പെട്ടവനാണ്. അവന്റെ കരങ്ങളിൽ ഈ ആയുസ്സിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ദൈവമക്കളെ. ശത്രു നമ്മെ തോൽപ്പിച്ചു കളയാത്തൊരു ജീവിതത്തിന് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, അപ്പാ, ഒരു യോർദാന്റെ വൻകരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാലമില്ലല്ലോ കർത്താവേ, പടകില്ലല്ലോ അപ്പ, ഒരു വഴി കാണുന്നില്ല എൻ്റെ കർത്താവേ. എന്നാൽ നീ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കും, നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കും. ചിലർ ഈ പകൽക്കാലം കണ്ണു നനഞ്ഞ് ആരാധിക്കുന്നുണ്ട് ഇവിടെ. ദൈവവേദലെ, നിന്റെ ആരാധനകളുടെ നടുവിൽ നിന്റെ കണ്ണുനീര് ഫലം കായ്ക്കുന്ന ദിവസങ്ങളായി ഇനി വരാൻ പോകുന്നത്. കർത്താവേ, പുതുവർഷക്കാലം പട്ടുപോയതിന് ജീവൻ നൽകുവാൻ എന്റെ കണ്ണുനീര് മതിയെന്ന് നീ ഉറപ്പിച്ചു പറഞ്ഞതിനായി സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകുവാൻ നീ മതിയായ ദൈവമാ കർത്താവേ. തീർന്നു പോകാത്തൊരു കണ്ണുനീര് കൊണ്ട് നീ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ എന്ന്
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം.